നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏതോ നന്മയുള്ള നല്ല മനുഷ്യര് എന്റെ ദിയമോളെ നല്ല രീതിയിൽ നടത്തുമാറാക്കും. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, ആ നന്മയുള്ള മനുഷ്യരെ കാത്തോളണേ എന്റെ ഭഗവാനെ. ഹലോ ഹലോ ഡോക്ടർ. ജഗൻ പറഞ്ഞ വന്ദന കുട്ടിയെ കൊണ്ട് വന്നിരുന്നു. ആ വന്നിരുന്നോ? കുഞ്ഞിന്റെ കാലിന്റെ അവസ്ഥ എന്താണ് ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല ജഗൻ. നിലവിൽ ഫ്രാക്ചർ ഊറി പിടിച്ചു. അസ്ഥിയും പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട്. ഇനി കുറച്ചു നാളത്തെ ഫിസിയോതെറാപ്പിയില് ഇത് ഭേദമാവാന്നതേ ഉള്ളൂ. താങ്ക് യു ഡോക്ടർ. താങ്ക്സ് എ ലോട്ട്. ജഗൻ പറഞ്ഞതുപോലെ ചെലവുകളുടെ ബില്ലെല്ലാം ജഗൻ അയക്കാൻ ഞാൻ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ട്. ശരി. മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അബദ്ധത്തിൽ പോലും എന്റെ പേര് ഡോക്ടർ പറഞ്ഞില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല. ഒരു ധർമ്മസ്ഥാപനമാണ് കുട്ടിയുടെ ട്രീറ്റ്മെന്റ് ചെലവ് ഏറ്റെടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. അത് മതി. അല്ലെങ്കിൽ ചിലപ്പോ അവരതിന് തയ്യാറാവില്ല. വലിയ അഭിമാനികളാ. അല്ല, ജഗനും ആ കുട്ടിയായിട്ടുള്ള ബന്ധം നിലവിൽ ഞങ്ങൾ തമ്മിൽ ബന്ധമൊന്നുമില്ല. പക്ഷെ ബന്ധമാവാൻ പോകുന്നേ ഉള്ളൂ. അതൊരു വലിയ കഥയാ ഡോക്ടർ. ഡോക്ടറോട് പിന്നീട് പറയാം. മതി മതി, മറക്കാതെ പറയണം. ഓക്കെ ഡോക്ടർ. ഓക്കെ. എന്റെ അമ്മ. ചന്ദ്രികേ, ചന്ദ്രികേ. അമ്മ ഇതുവരെ എത്തിയിട്ടില്ല അച്ഛമ്മേ. ഇതുവരെ എത്തിയില്ലേ? പിന്നെ എവിടെ പോയി? എന്തോ സാധനം വാങ്ങാൻ വേണ്ടി പുറത്തു പോയിരിക്കുക. ഓ, അച്ഛമ്മയ്ക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ ചെയ്തു തരാം. ചായ ആണോ? ഞാൻ ഇട്ടുതരാം അച്ഛമ്മേ. അയ്യോ വേണ്ടായേ, നിന്റെ കെട്ടിയവൻ അത് പിടിക്കത്തില്ല. അല്ലെങ്കിലേ അതിനും അവൻ കണക്കെഴുതി വെക്കും. അത്ര കണിച്ചക്കാരനാ എന്റെ മാധവന്റെ മൂത്ത മകൻ. ഞാൻ ചായ ഇട്ട് കുടിച്ചോളാം. എനിക്ക് ആരുടെ സഹായം വേണ്ട. എന്താ പ്രകാശേട്ടൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ എല്ലാവരും എനിക്കാ തരുന്നത്. വന്നു കേറി അന്ന് മുതല് ഈ കുടുംബത്തിലുള്ള എല്ലാവരും ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്നോട് ആർക്കും എന്തും കാണിക്കാലോ. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവളല്ലേ. എല്ലാരും കൂടി എന്നെ ഇട്ടിങ്ങനെ വിഷമിപ്പിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അങ്ങോട്ട് മാറി നിക്കടാ. എടാ മോനെ, എനിക്ക് ആരോടും ഒരു പിണക്കവും ഇല്ല. എന്നെ അപമാനിച്ച പ്രകാശനോട് പോലും ഇപ്പൊ എനിക്ക് ഒരു ദേഷ്യവും ഇല്ല. എടാ മോനെ വിനു, ഇവളെനിക്ക് എത്രയോ പ്രാവശ്യം ചായ ഇട്ട് തന്നിട്ടുണ്ട്. കെട്ടിയോന്റെ കയ്യിലിരിപ്പും പ്രവൃത്തിയും കാരണം മറ്റുള്ളവരുടെ മുമ്പില് ഈ കുഞ്ഞ് തല കുനിച്ച് നിൽക്കുന്നത് കണ്ടപ്പോ എനിക്കത് സഹിച്ചില്ല. അതുകൊണ്ടാ ഞാനൊരു ചായ ഇടാൻ പോയെ. എന്നോട് അച്ഛമ്മയ്ക്ക് ദേഷ്യമില്ലായിരുന്നെങ്കിൽ ഞാൻ ചായ ഇടാന്ന് പറഞ്ഞപ്പോ അച്ഛൻ എന്തിനാ അത് വേണ്ടാന്ന് പറഞ്ഞത്? അതൊക്കെ എന്റെ ഒരു തമാശയല്ലേ മോളെ. അയ്യോ, ഇന്ന് അച്ഛമ്മ ഇട്ട ചായ മോള് കുടിക്ക്. എടുക്ക്. ഇനിയെങ്കിലും ആ മുഖത്തൊരു ചിരി വന്നോട്ടെ.
എടാ വിനു, ഇതാ നീ എടുത്തൊരു ചായ. ചായ എങ്ങനെയുണ്ട്? ആ ആ പോടാ കുരുത്തം കേട്ടവനെ. മോളിറങ്ങി വാ. വാ മോളെ. വന്ദനമ്മ പിടിക്കണ്ട, നമ്മള് പതുക്കെ നടക്കാം. അയ്യോ വേണ്ട, ഞാൻ പിടിക്കാം. വേണ്ട വന്ദനമ്മേ. എന്ന് സൂക്ഷിച്ചു നടക്കണേ. ആഹാ, മോളുടെ കാലൊക്കെ ശരിയായല്ലോ. മോളെ മോളെ സൂക്ഷിച്ച്, അമ്മ പിടിക്കാം. വേണ്ട വന്ദനെ, അവളുടെ ആത്മവിശ്വാസം വളരട്ടെന്നേ. കാല് സുഖായി. പതുക്കെ നടന്നു വാ. അയ്യോ, ഇങ്ങി വായോ, ഇങ്ങോട്ട് വായോ, മുത്തച്ഛി നോക്കട്ടെ. ഇങ്ങനെ പോയാലേ കുറച്ചു ദിവസം കൂടെ കഴിയുമ്പോ എന്റെ ദിയമോളുടെ കാല് സുഖാകും. ഇതിനെല്ലാം നന്ദി പറയേണ്ടതേ ദിയമോൾക്ക് വേണ്ടി പണം മുടക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാരവാഹികളോടാ. നല്ലവർ നല്ല വഴിക്ക് നടക്കുമാറാക്കുക. പുരാണത്തില് പറയുന്നുണ്ടേ, ഏതോ നന്മയുള്ള നല്ല മനുഷ്യര് എന്റെ ദിയമോളെ നല്ല രീതിയിൽ നടത്തുമാറാക്കും. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, ആ നന്മയുള്ള മനുഷ്യരെ കാത്തോളണേ എന്റെ ഭഗവാനെ. അറിയാലോ, എന്റെ നോട്ടം എപ്പോഴും എന്റെ നേട്ടങ്ങളിൽ മാത്രം. അതിനി മുൻ MLA കുറുപ്പ് സാറിന്റെ കാര്യത്തിലായാലും ശരി. മതി. നേട്ടമല്ലേ സാഗറിന്റെ നോട്ടം, അതുണ്ടാവും. ഞാൻ പറയുന്ന സഹായങ്ങൾ സാഗർ എനിക്ക് ചെയ്തു തന്നാൽ സാഗറിന് തീർച്ചയായും നേട്ടങ്ങൾ ഉണ്ടാവും. അത് മതി, ഒരു പരസ്പര സഹായം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.